ഇന്ന് തിരുസഭയുടെ ഹൃദയം ആനന്ദത്താൽ തുടിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഒരു പുതിയ ഇടയൻ ഈശോ മിശിഹായുടെ അജഗണത്തെ പരിപാലിക്കുവാൻ നിയോഗിക്കപ്പെടുന്ന ഈ പുണ്യവേളയിൽ സ്വർഗവും ഭൂമിയും ഒന്നിച്ച് സ്തുതിഗീതം ആലപിക്കുന്നതിന് നാം സാക്ഷ്യം വഹിക്കുകയാണ്. ഈ യുവവൈദികൻ്റെ ശിരസിൽ കൈവപ്പ് നടത്തുമ്പോൾ ശ്ലീഹന്മാരിലൂടെ ആരംഭിച്ച ആ അഭിഷേക പ്രവാഹം ഇന്നും നിലയ്ക്കാതെ ഒഴുകുന്നു എന്ന സത്യം നമ്മെ വിസ്മയിപ്പിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മിശംശാന ഡാരിൻ കേരളത്തിലെ പ്രശസ്തമായ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിരുദമെടുത്ത ശേഷം സെമിനാരിൽ ചേർന്നയാളാണെന്ന് നമുക്കറിയാം. ലോകമതിൻ്റെ വശ്യമായ വാഗ്ദാനങ്ങളുമായി മുന്നിൽ നിന്നപ്പോൾ ആ ഹൃദയത്തിൽ മറ്റൊരു ശബ്ദം മുഴങ്ങി. ദൈവത്തിൻ്റെ സ്നേഹോഷ്മളമായ വിളി. ആ വിളിക്ക് കാതോർത്ത് ഇതാ ഞാൻ, എന്നെ അയച്ചാലും എന്ന് പറഞ്ഞ യേശയ്യാ പ്രവാചകനെ പോലെ ഡാരിനും സമ്മതം മൂളി എന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ്. ദൈവം വിളിച്ചാൽ പിന്നെ പിന്തിരിഞ്ഞു നോക്കാനാവില്ല എന്ന് തിരിച്ചറിഞ്ഞ് ദൈവം നൽകിയ തങ്ങളുടെ പ്രിയമകനെ ദൈവത്തിന് സമർപ്പിക്കാൻ സന്നദ്ധരായ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ഈ നിമിഷം അവരെ എല്ലാവരെയും നന്ദിയോടെ ഞാൻ ഓർമ്മിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും പിന്തുണയും കണ്ണുനീരുമെല്ലാം ഈ ബലിപീഠത്തിൽ നിന്ന് സുഗന്ധ ധൂപമായിട്ട് ഉയരുകയാണ്. കുറിച്ചി മൈനർ സെമിനാരി, നിരണം, കുന്നോത്ത്, വടവാതൂർ സെമിനാരികളിലെ ആദരണീയരായ ഗുരുക്കന്മാരെ, അധ്യാപകരെ എല്ലാവരെയും നന്ദിയോടെ ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു. മിശംശാന ഡാരിൻ എഞ്ചിനീയറിംഗ് കോളേജിൽ സജീവമായിട്ട് ജീസസ് യൂത്തിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു, നമുക്കറിയാം. അത് ദൈവവിളിയെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചു. ഈശോയോട് ചേർന്ന് നടക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇത്തരമുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ നമ്മുടെ ഇടവകകളിൽ യുവദീപ്തിയും അതുപോലെ തന്നെ മറ്റ് സംഘടനകളായ മിഷൻ ലീഗും കോളേജുകളിൽ കത്തോലിക്ക വിദ്യാർത്ഥി പ്രസ്ഥാനം CSM എല്ലാം ഇപ്രകാരം യുവജനങ്ങൾക്ക് ഈശോയോടൊത്ത് സഞ്ചരിക്കുവാനായിട്ടുള്ള ആ രൂപീകരണം നൽകുവാനായിട്ട് പരിശ്രമിക്കുന്ന അത് വളരെ നന്ദിയോടെ ഓർമ്മിക്കുകയാണ്. പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ ജീസസ് യൂത്തിൻ്റെ പ്രവർത്തനങ്ങൾ, നമുക്ക് ശുശ്രൂഷകൾ ഒക്കെ നന്ദിയോടെ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥനയോടെ ഓർമ്മിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് സ്വയം വെളിപ്പെടുത്തുന്നത് നല്ല ഇടയൻ എന്ന നാമത്തിലാണ്. ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഈ വാക്കുകൾ വെറുമൊരു ഉപമയല്ല എന്ന് നമുക്കറിയാം. ഇത് ദൈവപുത്രൻ്റെ ഹൃദയത്തിൻ്റെ ആഴമാണ്, അവിടുത്തെ രക്ഷാകര ദൗത്യത്തിൻ്റെ സാരാംശമാണ്. എബ്രായ ഭാഷയിൽ ഇടയൻ എന്ന വാക്കിന് റോയി എന്നാണ് പ്രയോഗം. ഈ വാക്കിൻ്റെ മൂലാർത്ഥം മേയ്ക്കുക, പോഷിപ്പിക്കുക, നയിക്കുക എന്നൊക്കെയാണ്. അതായത് ഇടയൻ വെറുമൊരു തൊഴിലല്ല ചെയ്യുന്നത്, അതൊരു ഹൃദയബന്ധമാണ്. സങ്കീർത്തകൻ ആ ബന്ധത്തിൻ്റെ മാധുര്യം പാടുന്നത് ഇപ്രകാരമാണ്: കർത്താവ് എൻ്റെ ഇടയനാണ്, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽമേടുകളിൽ അവിടുന്ന് എന്നെ കിടത്തുന്നു, പ്രശാന്തമായ ജലാശയങ്ങളിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. വിശുദ്ധ അഗസ്റ്റിൻ ഈ സങ്കീർത്തന ഭാഗത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് എഴുതുന്നത് എത്രയോ ഹൃദ്യമാണ്. കർത്താവ് എന്നെ മേയ്ക്കുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഈ ഇടയനെ നമുക്കുണ്ടെങ്കിൽ എന്ത് ക്ഷാമമാണ് നാം ഭയപ്പെടുന്നത്? അവിടുന്ന് തന്നെ നമുക്ക് ഭക്ഷണമായി നൽകിയിരിക്കുന്നു. എത്ര ആഴമേറിയ സത്യം! ഇടയൻ തന്നെ ഭക്ഷണമാക്കുന്നു. ഇതല്ലേ ദിവ്യബലിയുടെ രഹസ്യം? പ്രിയപ്പെട്ട മിശംശാന, ഇന്ന് സ്വീകരിക്കാൻ പോകുന്ന പൗരോഹിത്യം ഡാരിൻ്റെ സ്വന്തം തിരഞ്ഞെടുപ്പല്ല, അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. ഡാരിൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്.
എഞ്ചിനീയറിംഗ് ബിരുദധാരിയെ ദൈവം തൻ്റെ അൾത്താരേക്ക് വിളിച്ചു. അത് ദൈവത്തിൻ്റെ നർമ്മബോധവും ജ്ഞാനവും നമുക്ക് ദർശിക്കാനാവും. വൈദ്യുതിയും വൈദ്യുതോപകരണങ്ങളും കൈകാര്യം ചെയ്യേണ്ടിയിരുന്നവനെ യഥാർത്ഥ ഊർജസ്രോതസ്സായ തന്നോട് ദൈവം ചേർത്ത് നിർത്തുകയായിരുന്നു. കർത്താവ് തന്നെ പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ഹെബ്രായ ലേഖകൻ എഴുതുന്നു, ഒരു പ്രധാന പുരോഹിതനും സ്വയം ആ ബഹുമതി നേടിയെടുക്കുന്നില്ല. അഹ്റോനെ പോലെ ദൈവം വിളിക്കുന്നവനാണ് അത് സ്വീകരിക്കുന്നത്. ദൈവവിളി ഒരു നിഗൂഢതയാണ്, ഒരു രഹസ്യമാണ്, ഒരു സമ്മാനമാണ്. അർഹതയില്ലാത്തവർക്ക് ലഭിക്കുന്ന കൃപാവരം. വിശുദ്ധ ജോൺ മരിയ വിയാനി ആർസിലെ വിശുദ്ധ ഇടയൻ പറയുന്നത് ഇപ്രകാരമാണ്: പൗരോഹിത്യം ഈശോയുടെ ഹൃദയത്തിൻ്റെ സ്നേഹമാണ്. ഒരു വൈദികനെ കാണുമ്പോൾ നമ്മുടെ കർത്താവായ ഈശോയെ മിശിഹായെ പറ്റി ചിന്തിക്കുക എന്ന്. എത്ര ഹൃദ്യമായ വാക്കുകൾ! പ്രിയ ഡാരിൻ, ഇനി മുതൽ ജനങ്ങൾ അങ്ങയിൽ ഈശോയെ കാണും. അവിടുത്തെ ദൃശ്യരൂപം, അവിടുത്തെ കരങ്ങൾ, അവിടുത്തെ ശബ്ദം. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ 2009 വൈദിക വർഷത്തിൽ എഴുതി, വൈദികൻ ഈശോ മിശിഹായുടെ രഹസ്യങ്ങളുടെ വിതരണക്കാരനാണ്. അവൻ തൻ്റെ അജഗണത്തിൻ്റെ സേവകനാണ്. ആ ജനത്തെ ദൈവത്തിലേക്ക് നയിക്കുവാൻ വിളിക്കപ്പെട്ടവൻ. പ്രിയപ്പെട്ടവരെ, നല്ല ഇടയൻ്റെ മാതൃകയിൽ നിന്ന് ചില ഹൃദയഗുണങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. ഒന്നാമതായിട്ട്, ആടുകളെ അറിയുന്ന ഇടയനാണ്. ഞാൻ എൻ്റെ ആടുകളെ അറിയുന്നു, എൻ്റെ ആടുകൾ എന്നെയും അറിയുന്നു. ഇടയൻ തൻ്റെ അജഗണത്തിലെ ഓരോ അംഗത്തെയും പേര് ചൊല്ലി വിളിക്കുന്നു. എണ്ണമല്ല, മുഖങ്ങളാണ്. സ്ഥിതിവിവരണ കണക്കല്ല, ആത്മാക്കളാണ്. ഓരോ ആടിനും ഒരു പേരുണ്ട്, ഒരു കഥയുണ്ട്, ഒരു വേദനയുണ്ട്, നൊമ്പരങ്ങളുടെ ഏടുകളുണ്ട്. ഫ്രാൻസിസ് പാപ്പ പറയുന്നു, ഇടയന്മാർക്ക് ആടുകളുടെ മണമുണ്ടായിരിക്കണം. എത്ര ശക്തമായ രൂപകം! ജനത്തിൻ്റെ ഇടയിലായിരിക്കുക, അവരുടെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും പങ്കുചേരുക. ഓഫീസിലിരുന്ന് ഫയലുകൾ മറിക്കുന്ന ഉദ്യോഗസ്ഥനാകരുത്. വീടുകളിൽ കയറിയിറങ്ങുന്ന, കണ്ണീരൊപ്പുന്ന, കൈപിടിക്കുന്ന ഇടയനാവുക. രണ്ടാമതായിട്ട്, മുൻപേ നടക്കുന്ന ഇടയനാവണം. അവൻ തൻ്റെ ആടുകളെ പുറത്തേക്ക് കൊണ്ടുവന്ന ശേഷം അവയ്ക്ക് മുമ്പേ നടക്കുന്നു എന്നാണ് നല്ല ഇടയനെ പറ്റി പറയുക. ഇടയൻ പിന്നിൽ നിന്ന് ആജ്ഞാപിക്കുന്നവനല്ല, മുന്നിൽ നിന്ന് നയിക്കുന്നവനാണ്. ജീവിത സാക്ഷ്യം വാക്കുകളേക്കാൾ ശക്തമാണെന്ന് നമുക്കറിയാം. ഇത് ചെയ്യുക എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ചെയ്തുവെന്ന് കാണിക്കുക. വിശുദ്ധ ഗ്രിഗറി നസിയാൻസൻ എഴുതുന്നു, നാം ആദ്യം വിശുദ്ധരാകണം, പിന്നെ മറ്റുള്ളവരെ വിശുദ്ധീകരിക്കണം. നാം ആദ്യം പ്രകാശിതരാകണം, പിന്നെ മറ്റുള്ളവരെ പ്രകാശിപ്പിക്കണം. നാം ആദ്യം ദൈവത്തെ സമീപിക്കണം, പിന്നെ മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് നയിക്കണം. മൂന്നാമതായി, ജീവനർപ്പിക്കുന്ന ഇടയനാണ് നല്ല ഇടയൻ. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുന്നു. ഇത് പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും ആഴമേറിയ മാനമാണ്. സ്വയം ശൂന്യമാക്കൽ, കെനോസിസ്. ദൈവപുത്രൻ്റെ മാതൃകയിൽ ഒരു രക്തസാക്ഷിത്വമില്ലാത്ത പൗരോഹിത്യമില്ല. അത് ചിലപ്പോൾ രക്തം വരെ ചിന്തിയാകാം. ഞാൻ വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അൾജീരിയ, ദക്ഷിണ കൊറിയ, ഇറാൻ, കോസ്റ്ററിക്ക, വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങളിൽ ഈശോയുടെ നാമം പേർന്നതിൻ്റെ പേരിൽ, ക്രിസ്ത്യാനിയാണ് എന്നതിൻ്റെ പേരിൽ മാത്രം എല്ലാം നഷ്ടപ്പെട്ട വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതുന്നു, ഈശോ മിശിഹ ദൈവരൂപത്തിലായിരുന്നിട്ടും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കേണ്ട കാര്യമായി കണക്കാക്കിയില്ല. പ്രത്യുത താൻ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറയുന്നത് കേൾക്കുക, വൈദികൻ ഈശോ മിശിഹായുടേതാണ്. ഈശോ മിശിഹായിലൂടെ അവൻ സഭയുടേതാണ്. സഭയിലൂടെ അവൻ ലോകത്തിൻ്റേതാണ്. സ്വന്തമായി ഒന്നുമില്ല, എല്ലാം ദൈവത്തിൻ്റേതും ജനത്തിൻ്റേതും. കുറച്ചു കാലമെങ്കിലും അഭിവന്യ പൗത്യ പിതാവിനോടൊത്ത് ശുശ്രൂഷ ചെയ്യുവാനായിട്ടുള്ള ഭാഗ്യം
നമ്മുടെ പ്രിയപ്പെട്ട മിശംശാനിക്ക് ലഭിച്ചിട്ടുണ്ട്. അഭിവന്യ പൗത്യപിതാവ് നമുക്കറിയാം എത്ര ശക്തമായ രീതിയിൽ സഭയെ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് എന്ന്. എനിക്ക് ജീവിക്കുക എന്നത് സഭയാണെന്ന് പറഞ്ഞ പിതാവിൻ്റെ ആ സഭാസ്നേഹം മിശംശാന ഡാരിൻ്റെയും ജീവിതമന്ത്രമാവട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. വൈദിക ജീവിതത്തിൻ്റെ കേന്ദ്രം ദിവ്യകാരുണ്യമാണെന്ന് നമുക്കറിയാം. അവിടെയാണ് ശക്തി കണ്ടെത്തേണ്ടത്, അവിടെയാണ് ശക്തി പുതുക്കപ്പെടേണ്ടത്. തളരുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുകുത്തുക, ഈശോയുടെ മുമ്പിൽ, കാത്തിരിക്കുന്ന ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തുക. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പറയുന്നു, എക്ലേസ്യ ദെ യൗക്രിസ്ത്യ എന്ന ചാക്രിക ലേഖനത്തിൽ, വൈദികൻ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ജനിക്കുന്നു, ദിവ്യകാരുണ്യത്തിൽ നിന്ന് ജീവിക്കുന്നു, ദിവ്യകാരുണ്യത്തിന് വേണ്ടി ജീവിക്കുന്നു. വിശുദ്ധ ജോൺ മരിയ വിഞ്ഞാൻ്റെ വാക്കുകൾ നമുക്ക് ഓർമ്മിക്കാം. പൗരോഹിത്യമില്ലെങ്കിൽ കുരിശിലെ മരണവും കഷ്ടാനുഭവവും നമുക്ക് പ്രയോജനമില്ലാതെയാകുമായിരുന്നു. ഒരു ഗ്രാമത്തിൽ 20 വർഷം വൈദികനില്ലാതിരുന്നാൽ അവിടെ ആളുകൾ മൃഗങ്ങളെപ്പോലെ അധപതിക്കുവാൻ തുടങ്ങും. വൈദികൻ ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. ഞാൻ ഓർമ്മിക്കുകയാണ്, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ യാത്രകൾ ഒരുക്കുമ്പോൾ പിതാവ് ഓരോ രാജ്യങ്ങളിലും യാത്ര ഒരുക്കുന്നതിന് വേണ്ടി 2 പ്രാവശ്യം പോകുമായിരുന്നു. ആ അവസരങ്ങളിൽ പിതാവ് പ്രത്യേകമായി നിഷ്കർഷിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ അവസാന കാലഘട്ടങ്ങളിൽ വീൽ ചെയറിലായിരുന്ന അവസരത്തിൽ പിതാവിന് ചാപ്പലിലേക്ക് തനിയെ രാത്രിയിൽ പോകാൻ സാധിക്കാത്തതുകൊണ്ട് തൻ്റെ ഓഫീസ് മുറിയിൽ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെക്കണമെന്ന് ഞങ്ങളോട് പറയുമായിരുന്നു. പല അവസരങ്ങളിലും പിതാവ് വിളിപ്പിക്കുമ്പോൾ ആ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ പ്രാർത്ഥനാ നിമഗ്നായിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചിത്രം. പ്രിയപ്പെട്ട മിശംശാന ഡാരിൻ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പിൽ ഈ ബലിപീഠത്തിന് മുമ്പിൽ മുട്ടുകുത്തും. ആ നിമിഷം വിശുദ്ധമാണ്, ഭയാജനകമാണ്, അതേസമയം ആനന്ദകരമാണ്. എല്ലാ വിശുദ്ധരും മിശംശാനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ശുദ്ധീകരിക്കുന്ന തീഗോളമായി മിശംശാനയുടെ മുകളിൽ പറന്നിറങ്ങും. യേശയ്യാ പ്രവാചകൻ്റെ വാക്കുകൾ മിശംശാന ഡാരിനുള്ളതാണിപ്പോൾ. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം നുറുങ്ങിയവരെ സുഖപ്പെടുത്തുവാനും ബന്ധിതർക്ക് മോചനവും തടവുകാർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാനും അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇതാണ് മിശംശാനയുടെ ദൗത്യം. ഫ്രാൻസിസ് പാപ്പ നവവൈദികരോട് പറയുന്നു, നീ ദൈവത്തിൻ്റെ ദാസനാണ്, അധികാരിയല്ല. നീ ക്ഷമിക്കുന്നവനാണ്, വിധിക്കുന്നവനല്ല. നീ ഇടയനാണ്, ചെന്നായല്ല. ഈ വാക്കുകൾ ഹൃദയത്തിൽ കൊത്തിവെക്കുക. വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ്റെ വാക്കുകൾ ഞാൻ ഈ ദിവസം മിശംശാനയ്ക്ക് സമ്മാനിക്കുകയാണ്. കോർ അത് കോർ ലോക്കിത്തൂർ, ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുന്നു. അങ്ങയുടെ ശുശ്രൂഷ ഹൃദയത്തിൻ്റെ ശുശ്രൂഷയാവട്ടെ. ഈശോ മിശിഹായുടെ ഹൃദയം അങ്ങയുടെ ഹൃദയമാകട്ടെ. അവിടുത്തെ സ്നേഹം അങ്ങയിലൂടെ ഒഴുകട്ടെ. വിശുദ്ധ പത്രോസിൻ്റെ വാക്കുകൾ വിസ്മരിക്കാതിരിക്കുക. നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അജഗണത്തെ മേയിക്കുക. നിർബന്ധത്താലല്ല, ദൈവഹിതമനുസരിച്ച് സ്വമനസാലെ, നികൃഷ്ടലാഭത്താലല്ല, സന്നദ്ധതയോടെ നിനക്ക് ഭരമേൽപ്പിക്കപ്പെട്ടവരുടെ മേൽ ആധിപത്യം നടത്താതെ അജഗണത്തിന് മാതൃകയായി തീർന്നുകൊണ്ട്. അപ്പോൾ പ്രധാന ഇടയൻ പ്രത്യക്ഷപ്പെടുമ്പോൾ നീ മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം പ്രാപിക്കും. മുമ്പോട്ട് പോവുക. നല്ല ഇടയൻ്റെ പേരിൽ ഈശോ കൂടെയുണ്ട്. പരിശുദ്ധ അമ്മയും വിശുദ്ധരും നമ്മെ, നമ്മുടെ പ്രിയപ്പെട്ട മിശംശാന ഡാരിനെയും നയിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.